ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയ ദിവസമാണിന്ന്. ഇതോടെ ഗൾഫ് കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നു. ഒമാൻ റിയാലിന്റെ മൂല്യം ഇന്ന് സർവകാല റെക്കോർഡിലെത്തി. ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ ഇന്ന് നൽകിയത് ഒരു റിയാലിന് 233 രൂപയാണ്. എന്താണ് രൂപ ഇങ്ങനെ കൂപ്പുകുത്താനുള്ള കാരണം? പ്രവാസികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും രാജ്യത്ത് സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് ആർ മധുസൂദൻ പറയുന്നു. അമേരിക്കയുമായിട്ടുണ്ടായിട്ടുള്ള വ്യാപാര കരാറ് ഒപ്പിടുന്നതിലുള്ള കാലതാമസവും അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് പലിശ നിരക്കിൽ വരുത്തിയ വർധനവും അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടായിട്ടുള്ള ഇടിവും ഡോളർ ശക്തി ആർജിക്കാൻ കാരണമായിട്ടുണ്ട്. അത് ക്രിപ്റ്റോ കറൻസി ഇടിഞ്ഞപ്പോൾ തന്നെ ധാരാളം ആളുകൾ ക്രിപ്റ്റോ കറൻസിയിൽ നിന്നും ഡോളറിലേക്ക് തുക മാറ്റുകയും ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുകയും അങ്ങനെ ഡോളറിന് ധാരാളം ഡിമാൻഡ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ഇമ്പോർട്ടിലും അതുപോലെ തന്നെ സിൽവർ ഇമ്പോർട്ടിലും കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഓയിൽ ഇമ്പോർട്ടിന് പുറമെയാണ്. അപ്പോൾ ഇത്തരം ഇമ്പോർട്ടുകൾക്കെല്ലാം വേണ്ടി തന്നെ ധാരാളം വിദേശ നാണ്യം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ തന്നെ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂട്ടാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. വലിയ രൂപയ്ക്ക് വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ RBI ഫോറക്സ് മാർക്കറ്റിലിറങ്ങി ധാരാളം ഡോളർ വിറ്റഴിക്കാറുണ്ട്. പക്ഷേ ഇന്നേ ദിവസം RBI അങ്ങനെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. പ്രവാസികളെ സംബന്ധിച്ചോളം അവർ ആഹ്ലാദത്തിലാണ്. കാരണം അവർ അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം കിട്ടുന്നു എന്നുള്ളത് അവർക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം 2025 ജനുവരിയിൽ ഒരു ഒമാനി റിയാലിന് 222 രൂപയായിരുന്നു. അതിപ്പോൾ 233 രൂപ 35 പൈസ കിട്ടുന്നുണ്ട്. മറ്റൊരു വശം കൂടിയുണ്ട്. കാര്യം നമുക്കറിയാം, പ്രവാസികളും അല്ലാതെയുള്ള ആൾക്കാർ ധാരാളം കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് വിദേശ കറൻസികളിലും ഒക്കെ വായ്പ എടുത്തിട്ടുണ്ട്. വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടൂറിസത്തിന് പോകേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദേശത്തേക്ക് പൈസ അയക്കേണ്ട ആൾക്കാർ, ഇവർക്കെല്ലാം ഇത് വളരെയധികം ദോഷം ചെയ്യും. കാര്യം ഇന്നലെ വരെ ഒരു ഡോളറിന് 85 രൂപ കൊടുത്ത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഡോളറിന് ഇന്നിപ്പോൾ ഏകദേശം 90 രൂപയിലധികം കൊടുത്താൽ മാത്രമേ ഒരു ഡോളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഇമ്പോർട്ടൊക്കെ വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുണ്ട്. രാജ്യത്ത് വിലക്കയറ്റം ക്രമാതീതമായി ഉയരും. ഇങ്ങനെ ക്രമാതീതമായി ഉയരുന്നതുകൊണ്ട് നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം കുറച്ച് ദുസ്സഹമാകുമെന്ന് പറയാതിരിക്കാൻ വയ്യ.